എന്തൊരു ധാർഷ്ട്യമാണ്! നൂറുകണക്കിന് ആൾക്കാരെ സാക്ഷി നിർത്തി ഉച്ചഭാഷണിയിലൂടെ ഉച്ചത്തിൽ വിളിച്ചു പോവുകയാണ് തല അട്ടിച്ചു പൊളിക്കുമെന്ന്. ജനാധിപത്യ ഭരണമുള്ള ഒരു നാട്ടിൽ, പോലീസും നീതിപീഠവുമുള്ള ഒരു നാട്ടിൽ എത്ര നിയമത്തിനെ ഭയവും കൂസലും ഇല്ലാതായിട്ടായിരിക്കണം ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ ഇത്രയും അഹങ്കാരത്തോടുകൂടി തനിക്കെതിരെ ശബ്ദിക്കുന്നവന്റെ തലയടിച്ചു പൊളിക്കുമെന്ന് പരസ്യമായി വിളിച്ചു പറയുന്നത്? പറഞ്ഞത് മറ്റാരുമല്ല, PV അൻവറാണ്. കുട്ടി നേതാക്കന്മാരെ തങ്ങൾക്കെതിരെ തിരിക്കുന്നത് മദ്യവും ലഹരിയും കൊടുത്തിട്ട് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനമാണെങ്കിൽ അങ്ങനെ ചെയ്യുന്നവനെ കൊല്ലുമെന്ന് പരസ്യമായി വെല്ലുവിളിക്കുക തന്നെയാണ് അൻവർ ചെയ്യുന്നത്. ഖദർ ധരിച്ച ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ ഇത്രയും ധൈര്യമായി കൊലവിളി നടത്തണമെങ്കിൽ അതിന് ചങ്കൂറ്റം എന്നല്ല വിളിക്കേണ്ടത്, തോന്നിയവാസമെന്നാണ്. അൻവറിനെ അറിയുന്നവർക്കറിയാം, അൻവർ എക്കാലത്തും ഒരു രാഷ്ട്രീയ കുളം കലക്കിയാണ്. ചുങ്കത്തറ ഭരണ തിരഞ്ഞെടുപ്പിലെ അട്ടിമറി വിജയത്തിന്റെ ആഹ്ലാദത്തിലാണ് അൻവർ വാവിട്ട് ഓരോന്ന് വിളിച്ചു പറയുന്നത്. ആദ്യം ചുങ്കത്തറ പഞ്ചായത്തിന്റെ ഭരണം UDF-ൽ നിന്ന് LDF-ന് അട്ടിമറിയിലൂടെ പിടിച്ചുകൊടുത്തത് ഇതേ അൻവറാണ്. അതേ ആള് തന്നെയാണ് LDF-ന്റെ ഭരണം പിടിച്ചുവാങ്ങി ഇപ്പോൾ UDF-ന് കൊടുക്കുന്നത്. എന്നിട്ടാണ് ഇപ്പോൾ ഒരു നിലപാടുള്ള രാഷ്ട്രീയക്കാരനെ പോലെ LDF-നെതിരെ വധഭീഷണി പരസ്യമായി മുഴക്കുന്നത്. ഇന്നലെ മദ്യം കൊടുത്ത ആൾക്കാരെ പറഞ്ഞു വിട്ടത് CPM ആണെങ്കിൽ വീട്ടിൽ കയറി തല അടിച്ചു പൊട്ടിക്കുമെന്നാണ് അൻവർ പ്രസംഗിക്കുന്നത്. CPM അക്രമ രാഷ്ട്രീയമാണെന്നും ഒരുപാട് പേരെ ആക്രമിച്ചു കീഴ്പ്പെടുത്തിയിട്ടുണ്ടാകുമെന്നും, എന്നാൽ താൻ തലയ്ക്കു തന്നെയായിരിക്കും അടിക്കുന്നതെന്നും ആക്രോശിച്ച നേതാവ് മുതിർന്ന നേതാക്കന്മാരെ തന്നെ ലക്ഷ്യമിട്ടുകൊണ്ടാണ് വധഭീഷണി മുഴക്കുന്നത്. ഒളിച്ചു നിന്ന് രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ താൻ പഠിച്ചിട്ടില്ല എന്നും മുന്നിൽ നിന്ന് നയിക്കാൻ തന്നെയാണ് പഠിച്ചിട്ടുള്ളതെന്നും ഇതിനിടയിൽ അൻവർ പറയുന്നുണ്ട്. എന്നിട്ടാണോ കുലംകുത്തിയായി അവിശ്വാസ പ്രമേയം പാസാക്കി വോട്ട് വലത്തും ഇടത്തും തിരിച്ചു കളിക്കുന്നത് എന്ന് ചോദിക്കരുത്. ചോദ്യം ചോദിച്ചാൽ അൻവർ തലക്കിട്ടടിക്കും. ഇതൊക്കെ കേൾക്കുമ്പോൾ അണികൾക്ക് രക്തം തിളയ്ക്കുകയല്ല വേണ്ടത്. പരസ്യമായ ഇത്തരം വെല്ലുവിളി ഒരു ക്രിമിനൽ ചിന്താഗതിയാണെന്നും ശിക്ഷിക്കപ്പെടേണ്ടതാണെന്നും തിരുത്തപ്പെടേണ്ടതാണെന്നുമുള്ള ബോധമാണ് ഉണ്ടാവേണ്ടത്. കൈയടിച്ച് പാസ്സാക്കുകയല്ല, കൈവിരൽ ചൂണ്ടി ഭാരതത്തിന്റെ നിയമത്തെ വെല്ലുവിളിക്കരുതെന്ന് പറയാനുള്ള നട്ടല്ലാണ് അണികൾക്കുണ്ടാകേണ്ടത്. ഇടതുപക്ഷത്ത് നിന്നിട്ട് വിചാരിച്ചതുപോലെ ഗുണമൊന്നും കിട്ടിയില്ല എന്ന് തോന്നിയിട്ടാണ് അൻവർ വലത്തോട്ട് ചാടിയത്. എന്നിട്ടിപ്പോൾ വലത്തു നിന്ന് ഇടത്തിനെ വെല്ലുവിളിക്കുകയാണ്. ഒടുവിൽ കക്ഷത്തിലിരുന്നത് പോവുകയും ചെയ്തു, ഉത്തരത്തിലിരുന്നത് കിട്ടിയതുമില്ല എന്ന അവസ്ഥയാകരുത്. ഈ കൊലവിളി പ്രസംഗത്തോടെ എന്തക്രമവും ചെയ്യാൻ തന്നെ അണികളെ കൂടി പ്രേരിപ്പിക്കുകയാണ് PV അൻവർ ചെയ്യുന്നത്. അടിച്ചാൽ തിരിച്ചടിക്കണമെന്നും തിരിച്ചടിക്കുന്നത് അത്രയും പൈശാചികമായി തന്നെ വേണമെന്നും ഒരു നേതാവ് ഉച്ചത്തിൽ വിളിച്ചു പറയുമ്പോൾ അത് അണികൾ ഏറ്റുപിടിച്ചാൽ ഒരു നാടിന്റെ സമാധാനത്തെയും സുരക്ഷിതത്വത്തെയും എത്ര കണ്ട് ബാധിക്കുമെന്ന് അറിയാതെയുള്ള ഈ വെല്ലുവിളിക്ക് നിയമപരമായ ശക്തമായ താക്കീത് കിട്ടേണ്ടതാണ്. അക്രമത്തെ പ്രത്യക്ഷമായും പരോക്ഷമായും പ്രോത്സാഹിപ്പിക്കുകയും അതിനണികളെ മാനസികമായി തയ്യാറെടുപ്പിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയുമാണ് ഇത്തരം പ്രകോപനപരമായ പ്രസംഗത്തിലൂടെ ഇദ്ദേഹം ചെയ്യുന്നത്. ഇങ്ങനെയുള്ള പരസ്യ വെല്ലുവിളികൾക്ക് തക്കതായ താക്കീത് നൽകേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു. നാടിനെയും നാട്ടുകാരെയും സംരക്ഷിക്കാൻ ഖദറിട്ടിറങ്ങിയ ഒരു രാഷ്ട്രീയക്കാരന്റെ ഈ കൊലവിളിയെ കേരള സമൂഹം വളരെ ജാഗ്രതയോടുകൂടി മനസ്സിലാക്കേണ്ടതുണ്ട്. എന്ത് ധൈര്യത്തിലാണ് ഇത്തരക്കാർക്ക് ഭരണം ഏൽപ്പിച്ചു കൊടുത്തിട്ട് പൊതുജനം സമാധാനമായി ഉറങ്ങുക? കൊലവിളിക്കെതിരെ വിലങ്ങ് കാത്തിരിക്കുകയാണ് അൻവർ ഇനി ചെയ്യേണ്ടത്.